ഹായ് വെൽക്കം ടു നിഷാ സ്പൈസസ്. ഇന്ന് ഞാൻ വട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഒരു സാധാരണ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഈ വട്ടയപ്പം എന്ന് പറയുന്നത് അരി കുതിർക്കാതെ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന വട്ടയപ്പമാണ്. നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെ ഞാൻ നല്ല തിന്നായിട്ട് ഉണ്ടാക്കി, തിന്നായിട്ടല്ല തിക്കായിട്ട് ഉണ്ടാക്കാം. പക്ഷെ അരിപ്പൊടി വെച്ചിട്ടാണെങ്കിലും നമ്മൾ അരി കുതിർത്ത് അരയ്ക്കുന്നതിനെക്കാട്ടിലും സോഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വട്ടയപ്പം കേട്ടോ. പക്ഷേ ഉഗ്രൻ ടേസ്റ്റാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും എത്ര സോഫ്റ്റാണ്. ഉണ്ടാക്കി നോക്കാം. എന്നുവെച്ചാൽ അത്ര വലിയ പണിയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമായിട്ട് നമുക്ക് 4 മണിക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ അപ്പം മധുരം കൂട്ടിയാണെങ്കിൽ നമുക്കൊരു പലഹാരമായിട്ട് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ മധുരം കുറച്ച് എന്തെങ്കിലും കറിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വട്ടയപ്പം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറില്ല. കാരണം മുരളിയേട്ടന് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറില്ല. ഞാൻ ഇനിയും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം മുരളിയേട്ടൻ. നന്ദുവിന് ഇഷ്ടമാണ്. അങ്ങനെ ഞാനും നന്ദുവൊക്കെ ഇടയ്ക്കിടയ്ക്ക് 4 മണിക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. പിള്ളേരിന് വലിയ താല്പര്യമില്ല. ഇപ്പം ഞാൻ പിന്നെ കുറേ നാളെ ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം വട്ടയപ്പത്തിൻ്റെ ബാറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഇത് നമ്മൾ അരി കുതിർക്കാതെ അരിപ്പൊടി വെച്ചിട്ടാണ്. ഇൻസ്റ്റൻറ്റ് വട്ടയപ്പമാണ്. നേരത്തെ അരി കുതിർത്ത് വെക്കുകയൊന്നും വേണ്ട. മിക്സിയുടെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 കപ്പ് അരിപ്പൊടി ഇടുവാണ്. ഇത് മെഷറിംഗ് കപ്പൊന്നുമല്ല, സാധാരണ ചായ കപ്പാണ്. അതിനകത്ത് 1 കപ്പ് അരിപ്പൊടി. എല്ലാ ഇൻഗ്രീഡിയൻസ് ആ സെയിം കപ്പിൽ തന്നെ എടുക്കണം എന്നേ ഉള്ളൂ, മെഷറിംഗ് കപ്പ് അല്ലെങ്കിൽ. 1 കപ്പ് അരിപ്പൊടിയിലോട്ട് 1/4 കപ്പ് തേങ്ങ തിരുമിയത്. ഇനിയും ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാനുള്ളത് ചോറ് ഏകദേശം 1/2 കപ്പിന്റെ താഴെ, 1/4 കപ്പിന്റെയും 1/2 കപ്പിന്റെയും ഇടയിലുള്ളത്. ഈ കപ്പിന്റെ അരയിലും കുറച്ച് താഴെ എടുത്ത് ഞാൻ ഇച്ചിരി 1/4 കപ്പ് മതിയാവും. ഈ കപ്പിന്റെ ഷേപ്പ് താണ്ട് ഇങ്ങനെയാണ്, താഴെ കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. ശരിക്കും 1/4 കപ്പ് മതി കേട്ടോ ചോറ്. ഇപ്പൊ ചോറ് ഇരിപ്പില്ലെങ്കിൽ വെള്ള അവലുണ്ടെങ്കിൽ വെള്ള അവല് ഒരു 5 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ള അവല് 1/4 കപ്പ് എടുത്താലും മതിയാവും. വെള്ള അവൽ തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ വട്ടയപ്പത്തിന്റെ കളർ മാറിപ്പോവും. മറ്റേ മട്ട അവൽ, ബ്രൗൺ അവൽ എടുക്കുകയാണെങ്കിൽ. പിന്നെ ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് ഈസ്റ്റ്. ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഏകദേശം 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയാലും മതിയാവും കേട്ടോ. ഇനിയും അടുത്തത് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. ഇതൊരു സ്നാക്കായിട്ടാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഏകദേശം 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഞാനിതിപ്പം സ്നാക്കായിട്ടല്ല, രാത്രിയിലത്തെ ഡിന്നറിന് അപ്പം കൂടെ എന്തെങ്കിലും കറിയുടെ കൂടെ കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. സ്നാക്കായിട്ടാണെങ്കിൽ ഇച്ചിരൂടെ മധുരം ഒരു 1/2 കപ്പ് 1/4 കപ്പൊക്കെ പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇനിയും ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞാൻ ഈ കപ്പിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ഏലക്കയുടെ ആ അകത്തെ സീഡ് മാത്രം എടുത്തിട്ടുണ്ട്, തൊലി മാറ്റിയിട്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ബാറ്റർ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ആ 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തത്. ഇനി ഒന്ന് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് മിക്സാക്കി വെക്കാം കേട്ടോ. കാരണം അരയ്ക്കുമ്പോൾ ഒത്തിരി വെള്ളം ചേർത്താലും നന്നായിട്ട് അരഞ്ഞു വരത്തില്ലല്ലോ. ഇതേ ഇളക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇതിന്റെ കൺസിസ്റ്റൻസി. ഇത് ഇത്രയും കട്ടിയുള്ള മാവ് നമുക്ക് വട്ടയപ്പത്തിന് വേണ്ട, കുറച്ചുകൂടെ ലൂസായിട്ടുള്ള മാവ് മതി. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഇനി ഇതിൻ്റെ കൂടെ ചേർക്കും. അപ്പോൾ മൊത്തം 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപ്പ് അരയ്ക്കാൻ നേരത്ത് ചേർത്തിട്ടില്ല. വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കണം. ഇതാണ് ഈ മാവിന്റെ കൺസിസ്റ്റൻസി. ഒരുപാട് ഒരു വെള്ളം പോലെ ലൂസും അല്ല, ഭയങ്കര ടൈറ്റും അല്ല. ഇങ്ങനെയാണ് വട്ടയപ്പത്തിന്റെ മാവിന്റെ കൺസിസ്റ്റൻസി. ഇതിനിയും അടച്ചിട്ട് ഒരു 4-5 മണിക്കൂർ വെക്കണം പൊങ്ങാനായിട്ട്. നല്ല തണുപ്പത്തുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു 5-6 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു ഓവനകത്തോ എല്ലാം വെക്കാം. ഇപ്പൊ നമുക്ക് അടച്ചു വെക്കാം. മാവ് പുളിക്കാൻ വെച്ചിട്ട് ഇപ്പം 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. നന്നായിട്ട് ഫെർമെന്റ് ആയി നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പതഞ്ഞ് പൊങ്ങി വന്നത്. ഇതിനെയും ഇളക്കുമ്പോഴത്തേക്ക് ഒന്ന് താന്നു പോവും. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പും മധുരവും ഒക്കെ മതിയോ എന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നൊന്നും എനിക്ക് അങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന പതിവ് യൂഷ്വലി ഇല്ല കേട്ടോ. ഞാനിപ്പോൾ എന്ത് കറി ഉണ്ടാക്കിയാലും അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാറില്ല. ഈവൻ ഗസ്റ്റ് വരികയാണെങ്കിൽ പോലും ഞാൻ ടേസ്റ്റ് ചെയ്യത്തില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കഴിച്ചാലേ അറിയുള്ളൂ. വേണമെങ്കിൽ ഉപ്പോ മധുരോ എന്തെങ്കിലും പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനിയും ഞാനിത് ആവി കയറ്റാനായിട്ട് ഒരു വട്ടത്തിലുള്ള ഒരു സ്റ്റീൽ പാത്രം വെളിച്ചെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യൊക്കെ പുരട്ടി വെക്കാം. വേണമെങ്കിൽ ഇത് ഇഡ്ഡലി തട്ടിലും ഇഡ്ഡലിയുടെ ഷേപ്പിൽ ഓരോ ഇഡ്ഡലി ഷേപ്പിലായിട്ടും ആവി കയറ്റാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രത്തിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനത്തെ ഒരു ഭംഗിക്ക് വേണ്ടി ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്.
അപ്പം എണ്ണ സൈഡിലൊക്കെ തടവിയിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കരുത്, കാരണം പൊങ്ങി വരും. ഞാനിത് 2 കിണ്ണനപ്പമായിട്ട് 2 തിൻ കിണ്ണനപ്പമായിട്ട് 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒത്തിരി കട്ടിക്കാക്കാതെ. ഇത്രേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പൊ നല്ല കനം കുറഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണപ്പം കിട്ടും. ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താ ഈ പാത്രം അതിനകത്തോട്ട് വെച്ചു കൊടുക്കാം. സ്റ്റീമർ വേണം എന്നില്ല, ഞാൻ നേരത്തെ വീഡിയോസിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തെങ്കിലും ആവി കയറ്റണമെങ്കിൽ അടിയിലൊരു നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ എന്ത് പാത്രം വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും അടപ്പ് കമത്തി വെച്ചിട്ട് ഈ പാത്രം ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. സ്റ്റീമർ വേണമെന്നൊരു നിർബന്ധമില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഹൈ ഫ്ലെയിമിൽ ആവി കയറ്റിയെടുക്കാം. ആവി കയറ്റാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം ആകുമ്പോഴത്തേക്കും ഒന്ന് തുറന്നിട്ട് റൈസിൻസ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ട് കൊടുത്താൽ അതങ്ങ് താന്നു പോവും. ഇഷ്ടമാണെങ്കിൽ ഇടാം കേട്ടോ. ഈ സമയത്ത് ഇടുകയാണെങ്കിൽ അത് മുകളിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അകത്തോട്ട് കയറാൻ. കിണ്ണനപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി പാത്രത്തിൽ നിന്ന് മാറ്റി ഇത് തണുക്കാനായിട്ട് വെക്കാം. തണുത്തിട്ട് ഈ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാം. വട്ടയപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം. ജസ്റ്റ് ഒന്ന് നൈഫ് വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതിയേ. തണുത്ത് കഴിഞ്ഞാണ് എടുക്കാൻ എളുപ്പം. എന്നിട്ട് ഇതേപോലെ അടുത്ത മാവും കൂടെ ഒഴിച്ചാൽ മതി. 2 കപ്പ് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ 3-4, നിങ്ങൾക്കിപ്പോൾ തിക്കായിട്ട് ഇത് ശരിക്കും 1 കപ്പ് ഒറ്റയടിക്ക് ഉണ്ടാക്കാം. നല്ല തിക്കായിട്ട് ഒറ്റ ട്രിപ്പിൽ ഇതേപോലെ 2 പ്രാവശ്യം ടൈം കളയണം എന്നില്ല. ഒറ്റ ട്രിപ്പിൽ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടും. ഞാനൊരു ഭംഗിക്കും പിന്നെ കുറച്ച് കനം കുറവാണെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ട് കഴിക്കാൻ നല്ല സുഖമായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2ആയിട്ട് ഉണ്ടാക്കിയത്. ശരിക്കും നല്ല വീതിക്ക് ഒറ്റ ട്രിപ്പിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ 1 കപ്പ് അരിപ്പൊടി ഇതേപോലെ എടുക്കുകയാണെങ്കിൽ. നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടില്ലേ, നല്ല എന്ത് സോഫ്റ്റാന്ന്. ഇതാ ഞാൻ പറഞ്ഞ തിന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതിന്റെ ഒരു ഡബിൾ ആ വീതിക്ക് കിട്ടും. അപ്പം ഏത് രീതിയിലാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇതാകുമ്പം കഴിക്കാൻ നല്ല രസമാണ്. എനിക്കിഷ്ടം ഇങ്ങനത്തെ തിൻ കിണ്ണനപ്പമാണ്. അത് അവരവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. ഇതേപോലെ എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. 2 കപ്പ് എടുക്കുകയാണെങ്കിൽ കുറേ എണ്ണം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം.